ഏത് ബോട്ടിലായാലും നമുക്കിങ്ങനെ ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഹായ് ഡിയേഴ്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ബോട്ടിൽ ക്രാഫ്റ്റാണ്. ഫോട്ടോ ബോട്ടിൽ ക്രാഫ്റ്റ്. അതിന് വേണ്ടിയിട്ട് ഇതേപോലുള്ളൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിലുള്ള ബോട്ടിലും നമുക്ക് എടുക്കാം. ഇനി പ്ലാസ്റ്റിക് ബോട്ടിൽ ചെയ്യാം, പക്ഷേ ഇത്ര ഭംഗി കിട്ടൂല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ കൂടെ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. ഫെവിക്കോൾ കുറച്ച് വെള്ളവും കൂടി മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അധികം വെള്ളമാവാനും പാടില്ല, അധികം കട്ടിയാവാനും പാടില്ല. എൻ്റെ ബോട്ടിൽ ഫുള്ളായിട്ട് ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇതിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ എടുത്താൽ പെയിൻറ്റ് വേഗം പിടിക്കും. ബോട്ടിൽ മാത്രമാകുമ്പോൾ കുറേ പ്രാവശ്യം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുമാത്രമല്ല, ഇതേപോലെ നല്ല ചുളിവോട് കൂടി വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയിൽ കിട്ടും. എത്രത്തോളം ചുളിവാകുന്നോ അത്രയും ഭംഗി കിട്ടും. ടിഷ്യൂ പേപ്പറിൻ്റെ മേലെയൊക്കെ ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തു. നല്ല ചുളിവൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് ഉണക്കിയെടുക്കണം. അങ്ങനെ ഉണങ്ങി കിട്ടി. ഇനി ഇത് ബ്ലാക്ക് കളർ പെയിൻ്റാണ് ഞാൻ കൊടുക്കുന്നത്. ഇഷ്ടമുള്ള കളർ കൊടുക്കാവേ. എനിക്കിഷ്ടം കറുപ്പാണ്. ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തു. ഈ മൂടിയുടെ ഭാഗം ഞാൻ പെയിൻറ്റ് കൊടുത്തില്ല, എനിക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ലാസ്റ്റിലേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഇതും ഉണങ്ങി കിട്ടി. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചത് കാരണം നല്ല വരകളൊക്കെ ആയിട്ടുണ്ട്. ഇതേപോലെ വരകളൊക്കെ നമുക്ക് വേണം. ഇങ്ങനെയാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ കൂടെ മൗൾഡിറ്റ് ക്ലേ എടുത്തിട്ടുണ്ട്. നമുക്ക് എംസിയിൽ വേണമെങ്കിൽ എടുക്കാം. രണ്ടും ഒരുപോലെ തന്നെയാണ്. ഇങ്ങനെ 2 പാക്കറ്റാണ്. രണ്ടിൽ നിന്നും ഓരോ പീസ് ഞാൻ എടുക്കുന്നുണ്ട്. ചെറിയ ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം കൂടുതൽ എടുത്ത് വെച്ചാൽ 15 മിനിറ്റിൽ കൂടുതൽ കഴിഞ്ഞാൽ ഇത് കട്ടിയായി പോവും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ബോൾ പോലെ ആക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പഴയ പേന എടുക്കുന്നുണ്ട്. പേനയുടെ അടിഭാഗം കൊണ്ട് ഞാനൊന്ന് അമർത്തി കൊടുക്കുകയാണേ. മുൻഭാഗം കൊണ്ട് അതിൻ്റെ അകത്തൊരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പ്രത്യേക ടൂൾസൊന്നും നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് വേസ്റ്റ് തന്നെ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ 2 ഭാഗത്തും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഡിസൈൻ അറിയുന്നവർക്ക് നല്ല വൃത്തിക്ക് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിന് ഗ്ലൂ ഒന്നും വേണ്ട. നന്നായിട്ട് ഒട്ടിക്കിട്ടുന്ന സാധനമാണ്. നന്നായിട്ട് ഉണങ്ങുകയും ചെയ്യും. പിന്നെ ക്ലേ കുറച്ചെടുത്തിട്ട് ഞാൻ നീളത്തിലിങ്ങനെ പിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഈ ബോട്ടിലിൻ്റെ മേലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ രൂപത്തിലാണ് ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ താല്പര്യമുള്ളവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. ഇതിലും ഞാൻ ഈ കളർ പെയിൻറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഫുള്ളായി കൊടുക്കുകയും ചെയ്തു, ഉണങ്ങുകയും ചെയ്തു. ഇനി ഞാൻ ഈ കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഇത് കോപ്പർ കളറാണ്. നല്ല ഗ്ലേസിംഗ് ഉള്ള കളറാണ്. അതുകൊണ്ട് കുറച്ച് മാത്രം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പുറകുവശത്തൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ബ്രഷ് തന്നെ വേണമെന്നില്ല, നമുക്ക് വിരൽ കൊണ്ട് ഇന്നിങ്ങനെ തൊട്ട് കൊടുത്താൽ മതിയാവും. ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എടുത്തു വെച്ച ഫോട്ടോ എടുക്കുവാണ്. ഇത് പ്രിൻറ്റ് ചെയ്തെടുത്തതാണ്. ഇത് ആരുടേതാണെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാവേ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു കടലാസായിരിക്കും, അതിൻ്റെ അകത്ത് ഗമ്മും ഉണ്ടാവും. നേരിയ കടലാസാണ്. ഇളക്കിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് ഇനി ഞാൻ ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ക്ലേയുടെ കൂടെ കുറച്ച് സ്റ്റോണും എടുത്തിട്ടുണ്ട്. ഇത് ബോട്ടിലിൻ്റെ 2 ഭാഗത്തും ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബോട്ടിലുള്ള ഫോട്ടോയും കാണിച്ചു തരാം. ഇതെൻ്റെ ഫ്രണ്ടാണ്, സാഹിത്യകാരിയാണ്. 2016 സംസ്ഥാന ബാലസാഹിത്യ അവാർഡ് കിട്ടിയ ആളാണ്. തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂർ കല്ലൂരിലാണ് ഇവരുള്ളത്. ഇവൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിതുണ്ടാക്കിയത്. ഏത് ഷേപ്പിലുള്ള ബോട്ടിലായാലും നമുക്കിതുപോലെ ചെയ്യാൻ പറ്റുമേ. ഇത് നല്ല ഷേപ്പുള്ളൊരു ബോട്ടിലാണ്. ഇതെൻ്റെ അമ്മയാണ്, അമ്മയുടെ ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോ ആണ് ഇത്. ചെയ്തിട്ട് കുറേ ആയത്. ഇത് നല്ലൊരു ഷേപ്പുള്ള ബോട്ടിലാണ്. ഇതെൻ്റെ മോനാണ്, അവന് 8 മാസം പ്രായമുള്ളപ്പോൾ ആദ്യമായിട്ട് നിന്ന സമയത്തെടുത്ത ഫോട്ടോ ആണ് ഇത്. അവനിപ്പം വലിയ കുട്ടിയായി. ഇതേപോലെ ഷേപ്പുള്ള ബോട്ടിലാവുമ്പോൾ നമുക്ക് 2 ഭാഗത്തും ഫോട്ടോ വെച്ച് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എടുത്ത ബോട്ടിൽ ഷേപ്പുള്ളതല്ല, അതുകൊണ്ട് ഇതേപോലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതേ കിട്ടിയുള്ളൂ എനിക്ക്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നവർ ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഈ ബോട്ടിലിൻ്റെ 2 ഭാഗത്തും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.